നീലക്കുറിഞ്ഞിയോട് ഏറെ സാദൃശ്യമുണ്ട് കല്യാണത്തണ്ടിലെ പൂക്കൾക്ക്. എന്നാൽ ഇവ നീലക്കുറിഞ്ഞിയല്ല, കുറിഞ്ഞി ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയാണ്. നീലനിറത്തിൽ മലനിരകളിൽ പൂത്തു നിൽക്കുന്ന ഇവ ഒരുക്കുന്നത് മനോഹര കാഴ്ചയാണ്. ഒപ്പം കോടമഞ്ഞിന്റെ മറവ് പറ്റി വിദൂരതയിൽ ഇടുക്കി ജലാശയവും. ഇവിടുത്തെ ഇപ്പുറത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ നീലക്കുറിഞ്ഞിയുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യം, നീലക്കുറിഞ്ഞി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലൊരു സസ്യം പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ മലയിൽ മുഴുവൻ ഇത്തരത്തിലുള്ള സസ്യങ്ങൾ പതിയെ പതിയെ പൂത്തു തുടങ്ങിയിരിക്കുന്നു. ഏതാണ്ട് ഓണത്തോടു കൂടി ഇതിവിടെ സജീവമാകും. മനോഹരമായൊരു കാഴ്ചയാണ് വാസ്തവത്തിൽ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. വളരെ സംരക്ഷിതമായിട്ടുള്ള ചെടിയാണ് നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത്. ഒരുപക്ഷെ പശ്ചിമഘട്ട മലനിരകൾക്ക് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന് ഒരു ലോക പൈതൃക പദവിയിലേക്ക് എത്താൻ വരെ സാധ്യത നൽകിയ ഒരു ചെടിയാണ് ഈ നീലക്കുറിഞ്ഞി എന്ന് പറയുന്ന ഇനം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പീഷ്യസിൽപ്പെട്ട ചെടികളാണ് ഇവിടെ പൂത്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ കാണാൻ ഒരുപാട് ആളുകൾ എത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. കാട്ടുകുറിഞ്ഞി എന്നറിയപ്പെടുന്ന ഇവ നിലവിൽ പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മാസത്തിനുള്ളിൽ വ്യാപകമായി പൂവിടും. ഓണക്കാലത്ത് കല്യാണത്തണ്ട് മലനിരകളിൽ സഞ്ചാരികൾക്കായി പ്രകൃതി തന്നെ പൂക്കളമൊരുക്കുമെന്നാണ് പ്രതീക്ഷ. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.